അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് ഇന്നത്തെ കൊടൈക്കനല്ലാത്ത ദിവസമാണ്. ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് എൻ്റെ പ്രാർത്ഥിച്ച് എണീച്ച് ഇനി ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് കൊടൈക്കനല്ലാത്ത ദിവസമാണ്. റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ഞാൻ. അപ്പോൾ രാവിലത്തെ ചായ കുടിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. റെസ്റ്റോറൻറ്റിൽ നോക്കുമ്പോൾ ജനലുമായി വ്യൂ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഇപ്പോൾ ചായ കുടിച്ച് ഇപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ച് ഒന്ന് ഡ്രസ്സ് മാറി ഇനിയിപ്പോൾ പുറത്ത് ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് വശം, SKR ശിവഭവ. അപ്പോൾ ഇവിടെയാണ് റോഡ് അവസാനിക്കുന്നത്. ഈ ഒറ്റ റോഡാണ് ഇങ്ങോട്ടേക്ക്. മലേൻ്റെ ടോപ്പിലാണ് റിസോർട്ട് വരുന്നത്. അതുകൊണ്ട് വൈബിന് ഒരു കുറവുണ്ടാവും, ഫുൾ വൈബാണ്. ഈ കാണുന്നത് ഒരു റിസോർട്ടാണ്, നമ്മളെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ കെയർ ടേക്കറാണ് ഈ ചേട്ടൻ. അപ്പോൾ ഇടയ്ക്ക് ക്ലീനിങ് വരും, എന്നിട്ട് വേഗം പോകും. താഴെപ്പട്ടിയ ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പെല്ലാം ഉണ്ട്. കുറച്ച് ഗ്രൂപ്പായിട്ട് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റുന്നൊരു റിസോർട്ടാണ്. അത് റൂമായിട്ടുള്ള ഒരു വീട് മൊത്തമായിട്ട് വാടക കൊടുക്കുന്നത്. ഇങ്ങനെ 6,000 രൂപയ്ക്ക് താഴെ ഒരു നില, മുകളിലൊരു നില. ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പിലുണ്ടല്ലേ. എവിടെ കാട്ടുപോയി? ഞാൻ പരിചയപ്പെടുത്താൻ വന്ന ഇവരാണ് സനൂപ് ഏട്ടൻ. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ ഓൾ ഇൻ ആൾ, മാനേജറും റിസപ്ഷനിസ്റ്റും എല്ലാം. മൂപ്പറാണ് എന്നെ ഇങ്ങനെ ചുറ്റി കാണിച്ചു തന്നിട്ട് ഫുൾ വ്യൂ എല്ലാം ഇങ്ങനെ കാണിച്ചു തന്നത്. മൂപ്പരിങ്ങനെ എല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ കാട്ടുവഴിയും പിന്നെ കാട്ടുപോത്തൊക്കെ വരാറുണ്ട് ഇങ്ങോട്ട്. ഇതാണ് നമ്മളെ റിസോർട്ട്. ഭാഗ്യണ്ട് നമുക്കും കാണാം. ഇതാണ് റിസോർട്ടിൻ്റെ ബാക്ക് ഭാഗം. ഫുൾ കോടയൊക്കെ നിറഞ്ഞിട്ട് നല്ല വ്യൂ ആണ്. ഫുള്ള് കാടാ അങ്ങോട്ട്. ഇവിടം വരെ അതിർത്തിയുള്ളൂ അല്ല, ഇവിടം വരെ അതിർത്തിയുള്ളൂ. അങ്ങനല്ല, ഇവിടം വരെ സ്റ്റോപ്പായി. മലേൻ്റെ ഏറ്റവും ടോപ്പിലല്ല. അതേ സമയത്ത് ഈ റിസോർട്ടൊന്നും കാണുന്നതല്ലോ, ഫുള്ള് മഞ്ഞ് മൂട്ടിലായിട്ടുണ്ടേ. അങ്ങനല്ല, ഫുള്ള് മലയാ. പിന്നെ ഫുള്ള് ഇപ്പം കുറച്ച് കാണുന്നുണ്ട്. രാവിലെ ഒന്നുമില്ല, ഫുള്ള് മഞ്ഞായിട്ട് മരമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ റിസപ്ഷനും കാര്യങ്ങളെല്ലാം. ഇവിടെയാണ് നമ്മൾ മെയിൻ പണി. അങ്ങനെ അതൊക്കെ കണ്ട് സെറ്റായി. അപ്പോൾ അങ്ങനെ എല്ലാം കണ്ട് നിൽക്കുമ്പോൾ റിസോർട്ട് റെസ്റ്റോറൻറ്റ് വിളിക്കുന്നത്. ഫുഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ ദോശയുണ്ട്, ചട്നി ഉണ്ട്. ഇത് സനോബറിന്റെ വക സ്പെഷ്യൽ ഓംലേറ്റ്. തടി ഉഷാറായിട്ട് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണൊഴിക്കല്. ഗസ്റ്റൊക്കെ കുറവായതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ ക്ലീനിങ് ലൈറ്റ് അങ്ങനെ കൂടി. എൻ്റെ കാര്യമൊന്നും പറയണ്ട. ഓക്കെ, ചെറുതായിട്ട് എവിടെയൊക്കെ എന്തൊക്കെയോ പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ മെയിൻ ഷെഫ് കിട്ടേ റാംബായ്. പത്ത് പുത്തൻ കയ്യിലുണ്ടെങ്കിൽ ജോലിക്കാണോ ഇവിടെ പ്രയാസം? ക്വാളിഫിക്കേഷൻ ആർക്ക് വേണം?
പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. പണമില്ലാത്തവൻ പിണമാണ് ഔസേപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് അപ്പം എന്നോട് തന്നെ ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് ഫുഡ് കഴിക്കാന്ന്. അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ട് വന്ന് ഫുഡായില്ല. പിന്നെ ഉള്ളിൽ നിന്നൊരു കരച്ചിലായിരുന്നു. എനിക്ക് വിശക്കുന്നു. അയ്യോ എനിക്ക് വിശക്കുന്നേ. ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ലേശം പണിപാളി എന്ന് പറഞ്ഞത്. പക്ഷെ എങ്കിൽ കുഴപ്പമില്ല, ഒപ്പിക്കാം. ചിക്കനും എല്ലായിട്ടൊരു ഒരു തമിഴ്നാട് സ്റ്റൈൽ ടച്ചുള്ള ഒരു ബിരിയാണി, അടിപൊളിയാണ്, സെറ്റാണ്.